ഇന്ന് നമുക്ക് നല്ലൊരു ചോക്ലേറ്റ് ഫഡ്ജ് കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇതിനായിട്ട് ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ടേനെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുമ്പ് ഇതിലേക്ക് പഞ്ചസാര എടുക്കുന്നുണ്ട്. ഞാനിവിടെ 150 ഗ്രാം പഞ്ചസാരയാണ് കേട്ടോ എടുക്കുന്നത്. ഞാൻ എടുക്കുന്ന പൊടി 300 ഗ്രാമാണ്. അപ്പോൾ അതിൻ്റെ പകുതി പഞ്ചസാര, അങ്ങനെയാണ് കേട്ടോ നമ്മൾ പഞ്ചസാര എടുക്കുക. അപ്പോൾ 150 ഗ്രാം പഞ്ചസാര എടുത്ത് ഇതിനെ നമുക്കൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിന് ബീറ്ററോ അങ്ങനെയുള്ളതൊന്നും നമുക്ക് വേണ്ട. ഒരു വിസ്കോ അല്ലെങ്കിൽ നല്ലൊരു ഫോർക്ക് വെച്ചിട്ടായാലും നമുക്കിതിനെ ബീറ്റ് ചെയ്തെടുക്കാം. ഇത് അടിച്ച് ഒത്തിരി പതപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് പിന്നെ നമ്മളിതിനെ ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം വയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെള്ളം ഒത്തിരി വെക്കരുത്, കുറച്ച് വെള്ളം വയ്ക്കുക. പാത്രത്തിൽ ടച്ച് ചെയ്യാത്ത രീതിയിൽ വേണം നമ്മളിതിൽ വെള്ളം വയ്ക്കാനായിട്ട്. എന്നിട്ട് ഇത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കുറച്ച് നേരം നമ്മളൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മുട്ട ആവി കൊണ്ട് വെന്ത് പോവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മളിതിനിങ്ങനെ കണ്ടിന്യൂസ്ലി ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഇതിങ്ങനെ നന്നായിട്ട് പതഞ്ഞ് പൊന്തി വരും കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ഫോർക്ക് വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് ഇവിടെ പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട്. ഇത് ഒത്തിരി ചൂടൊന്നുമില്ല, ആവിയിലാണ് നമ്മളത് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ഇതിന് ഒത്തിരി ചൂടൊന്നുമില്ല, ചെറിയ ചൂടേ ഉള്ളൂ. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂട് പോകാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് ഇതിൽ കുറച്ച് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 ടീസ്പൂണാണ് വാനില എസൻസ് ഒഴിക്കുന്നത്. അര ടീസ്പൂണായിട്ട് ഒഴിച്ചിരിക്കുന്നത്. അങ്ങനെ 1 ടീസ്പൂൺ വാനില എസൻസ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എസൻസ് എല്ലായിടത്തേക്കും എത്താൻ വേണ്ടി നമുക്കിതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു അരിപ്പ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ ഞാൻ പറഞ്ഞു 150 ഗ്രാം പഞ്ചസാരയാണ് നമ്മൾ ചേർത്തത്. അപ്പോൾ 300 ഗ്രാം നമ്മൾ മൈദപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ മൈദയിൽ ചെയ്യുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം. ഗോതമ്പ് പൊടിയാണെങ്കിൽ 1-2 പ്രാവശ്യം അരിച്ചതിന് ശേഷം വേണം എടുക്കാനായിട്ട്. മൈദയിൽ ചെയ്യുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റ്. ഇതിലേക്ക് ഞാൻ കൊക്കോ പൗഡർ ഒരു 2 ടീസ്പൂണോളം കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൊക്കോ പൗഡർ തന്നെ ചേർക്കാൻ നോക്കുക. ചോക്ലേറ്റിനേക്കാളും കൊക്കോ പൗഡറിനാണ് കുറച്ചും കൂടി ടേസ്റ്റ്. അതുപോലെ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ നമുക്കിതിലേക്ക് ആവശ്യമില്ല. എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ തരികളൊക്കെ പോയിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇത് ശരിക്കും ഒരു ചോക്ലേറ്റ് കേക്ക് ആണോ എന്ന് ചോദിച്ചാൽ ചോക്ലേറ്റ് കേക്ക് അല്ല. ഫഡ്ജ് കേക്ക് ആണോ എന്ന് ചോദിച്ചാൽ ഫഡ്ജ് കേക്കും അല്ല. അപ്പോൾ ഇതൊരു ചോക്ലേറ്റ് ഫഡ്ജ് കേക്കാണ് കേട്ടോ. രണ്ടിൻ്റെയും കൂടിയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് ഇതിൻ്റെ ഫ്ലേവർ നമുക്ക് കിട്ടുന്നത് കേട്ടോ. കഴിക്കുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഇനി നമുക്കിതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും നമ്മുടെ പതപ്പിച്ച് വെച്ച മുട്ടയിലേക്ക് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ചെറിയൊരു ഇളം ചൂടുണ്ട് കേട്ടോ നമ്മൾ ആവിയിൽ പതപ്പിച്ചെടുത്ത മുട്ടയ്ക്ക്. അതിൽ കൂടെ തന്നെ നമുക്കിതിനിട്ടിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ മിക്സ് ചെയ്ത് നമ്മളിതിനെ മാറ്റി വെച്ചു. ഇനി അടുത്തതായിട്ട് നമ്മളിതിലേക്ക് വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ബട്ടർ വേണമെങ്കിൽ ബട്ടർ ചേർക്കാം. വെജിറ്റബിൾ ഓയിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. അത് നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് ചേർക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 50 മില്ലി പാല് കേട്ടോ. അപ്പോൾ 100 മില്ലി അല്ല, 50 മില്ലി കേട്ടോ. 100ൻ്റെ പകുതി എടുത്താൽ മതി. അപ്പോൾ 50 മില്ലി പാലും അതേപോലെ തന്നെ 100 ഗ്രാമിൻ്റെ ഒരു ബട്ടർ. അപ്പോൾ ഈ ബട്ടറിൻ്റെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് അതിന് പകരം നമുക്ക് 100 ml വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവറിൻ്റെ അങ്ങനെ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിച്ചാലും മതി. അപ്പോൾ ഇവിടെ ഞാൻ ബട്ടറാണ് ചേർക്കുന്നത്. ഇത് സോൾട്ടഡ് ബട്ടറാണ് കേട്ടോ. അതുകൊണ്ട് ഞാനിതിലേക്ക് അതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമ്മളൊരു പൊടിക്ക് ഉപ്പിട്ട് കൊടുക്കുമല്ലോ, ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ ഇതിൽ. ഇനി അടുത്തായിട്ട് ഡാർക്ക് അമൗണ്ട് ചോക്ലേറ്റ് ആണ്. അപ്പോൾ അത് ഒരു 50 ഗ്രാമോളം ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചോക്ലേറ്റും ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് മെൽറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഡാർക്ക് അമൗണ്ട് ചോക്ലേറ്റ് നമ്മുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ എന്താ പറയുന്നത് സാധാരണ ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റ് അതിൽ ഇട്ടാൽ മതി. പക്ഷേ കുറച്ചും കൂടിയും ആ ഒരു കളറും ടേസ്റ്റും അതൊക്കെ നമുക്ക് കിട്ടുന്നത് ഈ ഡാർക്ക് അമൗണ്ട് ഇടുമ്പോഴാണ് കേട്ടോ. ഇപ്പോൾ അമൂലിൻ്റെയും അങ്ങനെ ഒത്തിരി കമ്പനികളുടെ ഡാർക്ക് അമൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ചെറിയ ഇതിൽ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ മേടിച്ചിട്ട് നമുക്കൊരു ചെറിയ ബാർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഗ്യാസിൽ വെച്ച് ഇതിനൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ബട്ടറും ചോക്ലേറ്റും ഒക്കെ മെൽറ്റ് ആവണം ആ പാലിൽ വെച്ചിട്ട്.
അപ്പോൾ ഇതേ അളവിൽ തന്നെ പാലും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ബാറ്റർ ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ആദ്യം തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് വേണം ഇതിനൊന്ന് ഇളക്കി കൊടുക്കാൻ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അതിനൊന്ന് സിമ്മിലേക്ക് ഇടാം കേട്ടോ. കാരണം ഒത്തിരി നമുക്ക് തിളയ്ക്കേണ്ട, ഒന്ന് ചൂടായിട്ട് ഇത് മെൽറ്റായി വന്നാൽ മതി. എല്ലാം കൂടിയിട്ടൊന്ന് മിക്സായി മെൽറ്റായി വരാം. നമ്മുടെ ചോക്ലേറ്റൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ സിമ്മിലാണ് കേട്ടോ ഇട്ടിരിക്കണേ. നന്നായിട്ട് മെൽറ്റായതിന് ശേഷം നമുക്കിതിനെ മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബാറ്റർ ഉണ്ടല്ലോ, ആ ബാറ്ററിലേക്ക് നമ്മളിതിനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ആ ചൂടൊന്ന് ആറട്ടെ കേട്ടോ. ചൂടാറിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ചൂടോടെ തന്നെ ഒഴിക്കേണ്ട, ഇളം ചൂട് കുഴപ്പമില്ല, പക്ഷേ നന്നായിട്ട് തിളച്ചിട്ടുള്ള ആ ചൂടൊന്ന് മാറണം. അപ്പോൾ ഈ ഒരു ലിക്വിഡ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സ്ചർ നമുക്ക് ഈ കേക്കിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നത്തെ പകുതി അങ്ങനെ ഒഴിച്ചിട്ട് വേണം ഇതിനെ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അത് നമുക്ക് ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ വിസ്ക് വെച്ചിട്ടോ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു അളവിലേക്ക് നമുക്ക് ഇത്രയും ചോക്ലേറ്റ് സിറപ്പ് ആണ് കേട്ടോ ആവശ്യം. അപ്പോൾ കറക്റ്റ് അളവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് ഇതേ രൂപത്തിൽ കിട്ടും. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലായിടത്തേക്കും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ നല്ല ബട്ടറിൻ്റെ ടേസ്റ്റൊക്കെയാണ് കേട്ടോ, നല്ല രസമാണ് കഴിക്കാൻ. ഇനി ചോക്കോ ചിപ്പ് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ചോക്കോ ചിപ്സ് നിങ്ങൾക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ചോക്കോ ചിപ്സ് ഇടുന്നത് അത് നമ്മളിങ്ങനെ കേക്ക് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് മുറിക്കുമ്പോൾ അതിനുള്ള ചെറിയ ചോക്കോ ചിപ്സിൻ്റെ ആ ഒരു ടേസ്റ്റും അത് കടിക്കുമ്പോഴൊക്കെ ഒരു രുചി, അതിന് വേണ്ടി മാത്രമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഗ്രീസ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ബട്ടർ പേപ്പർ നമ്മൾ നേരത്തെ അമൂൽ എടുത്തുവല്ലോ, അമൂലിൻ്റെ ബട്ടർ എടുത്തതിൻ്റെ ആ ഒരു അതിൻ്റെ ഒരു പേപ്പർ ഉണ്ട്, അത് വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്നും ഇങ്ങനെ സ്മിയർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഓയിൽ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട. അതേപോലെ തന്നെ നമ്മുടെ കേക്ക് ടിന്നിൻ്റെ സൈഡുകളിലൊക്കെ നമ്മൾ ഈ ബട്ടർ പേപ്പർ വെച്ചിട്ട് തന്നെ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ബട്ടർ പേപ്പറിൻ്റെ ആ ബട്ടറെല്ലാം നമ്മൾ ഇതിലേക്ക് ആക്കുകയും ചെയ്തു. നമ്മുടെ കേക്ക് ടിൻ നന്നായിട്ട് ഗ്രീസ് ആവുകയും ചെയ്തു. ഇനി നമുക്ക് ഇതിലേക്ക് ആ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ച് കണ്ടോ, ഇങ്ങനെ ഒരു പോറിങ് കൺസിസ്റ്റൻസി വേണം കേട്ടോ നമ്മുടെ ബാറ്ററിന് വരാനായിട്ട്. ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇനി എല്ലാം അതും ബാറ്റർ മൊത്തം എടുത്തിട്ട് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ കേക്കിൽ എയർ ബബിൾസ് ഇല്ലാതിരിക്കാനായിട്ട് ഒരു സ്ക്യൂർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്യൂ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിലുള്ള എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിലീസ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഹോളുകൾ ഉണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ എയർ ബബിൾസിനെ ഇങ്ങനെ റിലീസ് ചെയ്ത് കളയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്യൂർ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെയ്തെടുക്കുക. അത് കഴിയുമ്പോൾ നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് അടുപ്പിൽ വെച്ചിട്ടും ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ ഓവനിൽ വെച്ചിട്ടും ചെയ്യാൻ പറ്റും. അടുപ്പിലാണെങ്കിൽ ഒരു അരമണിക്കൂർ സമയം നമ്മൾ ആദ്യം ഒന്ന് തീ കൂട്ടി വെച്ച് അതിലേക്ക് ഏത് പാത്രമാണോ എടുക്കുന്നത് അലുമിനിയത്തിൻ്റെ പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്കിതിനെ ഇറക്കി വെച്ച് ചെയ്തെടുക്കാം. ഇനി ഓവനിലാണെങ്കിൽ ഒരു 175 ഡിഗ്രിയിൽ നമുക്കൊരു 30-35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ കേക്ക് ചോക്ലേറ്റ് ഫഡ്ജ് കേക്ക് നല്ല ഭംഗിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു സ്ക്യൂർ വെച്ചിട്ടൊന്ന് ഒന്ന് സ്ക്യൂ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ സ്ക്യൂറിലൊന്നും പറ്റി പിടിക്കുന്നില്ലെങ്കിൽ കേക്ക് നന്നായിട്ട്, സ്ക്യൂർ ക്ലീൻ ആണെങ്കിൽ കേക്ക് നന്നായിട്ട് നമ്മുടെ ബേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്യുന്ന നേരത്തേക്കേ ഉള്ളൂ കേട്ടോ, പെട്ടെന്ന് തീരും. കാരണം അത്രയ്ക്ക് രുചിയാണ്. നമ്മൾ സാധാരണ ചോക്ലേറ്റ് കേക്ക് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് അല്ല, അതിനേക്കാളും രുചിയാണ്. അപ്പോൾ ഇവിടെ ഞാനൊരു ടവൽ വെച്ചിട്ട് ഇതിനൊന്ന് കവർ ചെയ്തിടാണ്. തണുക്കുന്നവരെ കവർ ചെയ്തിടുക, അല്ലെങ്കിൽ ഇതിൽ വെള്ളത്തിൻ്റെ ഈർപ്പനൊക്കെ അടിച്ച് ആവി വെള്ളം വീണ് അത് ഇതാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു തുണി കൊണ്ട് തന്നെ കവർ ചെയ്തിടാം. ഇനിയിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഡിമോൾഡ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതിനെ ഡിമോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ കളഞ്ഞ് കണ്ടോ, ചോക്കോ ചിപ്സ് കിടക്കുന്ന കണ്ടോ, അതങ്ങനെ ഉള്ളിൽ നമ്മൾ കഴിക്കുമ്പോൾ നല്ല രുചി ഉണ്ടാവും കേട്ടോ ചോക്കോ ചിപ്സ് ഇങ്ങനെ കടിക്കാനായിട്ട്. ഇനി നമ്മൾ ഇതിനൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ്. നമ്മൾ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ലാവാ കേക്കൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് കേട്ടോ നമുക്കിത് കഴിക്കുമ്പോൾ. ഇത് കുറേ സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ മുറിച്ചത്, അപ്പോൾ തന്നെ മുറിച്ചില്ല. കുറച്ച് കഴിഞ്ഞ് തണുത്തതിന് ശേഷമാണ് നമ്മളിതിനെ മുറിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാം, ഉള്ളിലൊക്കെ നല്ല ചോക്ലേറ്റിൻ്റെ കളർ പോലെ തന്നെയാണ് കേട്ടോ അതിൻ്റെ ഫ്ലേവറും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ഫഡ്ജ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സമയം കിട്ടുന്ന സമയത്ത് ഈ കേക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കാം. നമുക്കിത്
സാധാരണ ഗ്യാസിൽ വെച്ചിട്ടും ഒരു അലുമിനിയം പാത്രത്തിൽ ചെറിയ നിങ്ങളുടെ കയ്യിലുള്ള ഒരു ചോറും പാത്രം അങ്ങനെ എന്തെങ്കിലും ഒരു പാത്രം തന്നെ മതി, കേക്ക് ടിന് വേണമെന്നില്ല, അത് വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റാണ്. അതേപോലെ തന്നെ നമ്മളിത് കട്ട് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും ഉള്ളിലൊക്കെ കണ്ടോ ചോക്കോ ചിപ്സൊക്കെ വന്ന് നല്ല രുചികരമായിട്ടുള്ള ഈ ചോക്കോ ഫഡ്ജ് കേക്ക് എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ.